2025 ഡിസംബറിൽ ബാംഗ്ലൂരിൽ നിന്നും വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒഗാനക്കൽ തന്നെയാണ്. കർണാടകയും കടന്ന് തമിഴ്നാട്ടിലൂടെയുള്ള യാത്രയും കാവേരി നദിയിലൂടെയുള്ള കൊട്ടവഞ്ചിയുടെ യാത്രയും മണൽപ്പരപ്പിലിരുന്ന് ആസ്വദിച്ച് കഴിക്കുന്ന ഫിഷ് ഫ്രൈയും വെള്ളച്ചാട്ടങ്ങൾക്കരികെ കാവേരി നദിയുടെ എല്ലാ വന്യതയും ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയും അവസാനം വെള്ളച്ചാട്ടത്തിന് താഴെ നിന്നുള്ള ഒരു കുളിയും എല്ലാം കൂടെ ഒഗാനക്കൽ അടിപൊളിയാണ്. 2025 ഡിസംബറിലെ ഒഗാനക്കൽ അടിപൊളിയാണ്. ഇപ്പൊ വന്ന് കണ്ടു പോവാം. നമുക്ക് തമിഴ്നാട് കർണാടക ആ സൈഡൊക്കെ ചുറ്റി വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പോയിട്ട് ഒറാക്കലിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും, കൊട്ടവഞ്ചിയിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. അടിപൊളിയാണ്. നിതീഷ് പട്ടേൽ, ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് ഒഗാനക്കൽ. ഓരോ സീസണിലും വെള്ളത്തിന്റെ അളവിനനുസരിച്ച് കൊട്ടവഞ്ചിയിലൂടെ യാത്രയ്ക്കും റൂട്ടിനും എല്ലാം വ്യത്യാസമുണ്ട്. 1500 രൂപ ടിക്കറ്റ് എടുത്താൽ 4 പേർക്കാണ് വഞ്ചിയിൽ സഞ്ചരിക്കാവുന്നത്. 1 മണിക്കൂറാണ് യാത്രാസമയം. കർണാടകയുടെ സൈഡിലേക്കും വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലേക്കും യാത്ര ചെയ്യണമെങ്കിൽ വഞ്ചിക്കാർക്ക് എക്സ്ട്രാ ചാർജ് കൊടുത്താൽ മതിയാവും. പുഴയിൽ ഒരു കുളിയും പാസാക്കി തമിഴ്നാടും മറുഭാഗത്ത് കർണാടകയും ആസ്വദിച്ച് കാവേരി നദിയിലൂടെ യാത്ര ചെയ്ത് തിരികെ പോരാം. ബാംഗ്ലൂരിൽ നിന്ന് 120 കിലോമീറ്ററാണ് ഒഗാനക്കലിലേക്ക് ദൂരം. അതിരാവിലെ യാത്ര തിരിച്ചാൽ ഫുൾ എൻജോയ് ചെയ്ത് തിരികെ പോരാം. മുമ്പ് 10 വയസ്സിൽ കുറവുള്ള കുട്ടികളെ വഞ്ചിയിൽ കയറാൻ അനുവദിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോഴത് അനുവദനീയമാണ്. നരൻ, പുഷ്പ, റോജ തുടങ്ങി നിരവധി സിനിമകൾക്ക് ലൊക്കേഷനായ ഒഗാനക്കലിലേക്കാവട്ടെ അടുത്ത യാത്ര. ഡീറ്റെയിൽ വീഡിയോകൾ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.